പിന്നെ അതുപോലെ ചില ആൾക്കാർക്കുണ്ട് ഇന്ന ഡോക്ടേഴ്സ് തന്നെ ആവണം കൺസൾട്ട് ചെയ്യാന്. അതുപോലെ അവരുടെ അടുത്ത് പോയാൽ ഇവർക്ക് സമാധാനം കിട്ടും. അങ്ങനത്തെ കുറെ കൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ. അതെന്താവാ അതിന് കാരണം? അതില് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ആയിരിക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ ആ ഒരു ഏത് ഫീൽഡാണോ അവർ കാണിക്കാൻ പോകുന്നത് അതിൽ നല്ല വിവരം കാണാം. പിന്നെ ഏറ്റവും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഡോക്ടറിന്റെ ആറ്റിറ്റ്യൂഡാണ്. ആ പേഷ്യന്റിന് ടുവേർഡ്സ് ആ എങ്ങനെയാണോ ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അവർ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഏതൊരാളായാലും, ഇപ്പൊ ഞാനായാലും ബ്രോ ആയാലും, നമ്മളൊരു വഴി കൂടി പോകുമ്പോൾ ഒരു ചിരിക്കുന്ന ഒരു മുഖം കാണുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പകുതി അസുഖം അതോടെ മാറും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം, ഇപ്പൊ ഞാൻ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ, ഞാനൊരു രോഗിയായിട്ട് പോകുമ്പോൾ ഞാൻ എന്താണോ ആ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് ഏതൊരാളും എൻ്റെ അടുത്ത് വരുമ്പോൾ ഇതുവരെയും ഞാൻ പെരുമാറുന്നത്. ഓക്കെ, ഇദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും അറ്റ്ലീസ്റ്റ്. പിന്നെ എൻ്റെ ഏതൊരാളായാലും മനുഷ്യന്മാരായതുകൊണ്ട് നമുക്ക് ഒരാളുടെയും അസുഖം ക്യൂർ ചെയ്യാൻ നമുക്ക് ഗ്യാരണ്ടി പറ്റത്തില്ല. പക്ഷെ കെയർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ പേഴ്സണലായിട്ട് എന്റെ ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ഇതും. പിന്നെ പല സമയത്തും നമ്മൾ ഈ കെയർ 100% കെയർ എന്ന് പറയുന്ന ഒരു എക്സ്പെക്ടേഷനോട് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, പല സമയത്തും ഡൗൺ ആവും. കാരണം ഇദ്ദേഹത്തെ നമ്മൾ ട്രീറ്റ് ചെയ്തു, ശരിയായില്ല, അത്ര വരുത്. പിന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ സിറ്റുവേഷൻ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ മാറലാണ് നമ്മുടെ ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ കെയർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തിന് അസുഖം ഭേദമായില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ മാക്സിമം കെയർ കൊടുത്തു, അദ്ദേഹത്തിനെ സ്വാന്തനിപ്പിക്കാൻ പറ്റി. പ്രത്യേകിച്ചും ഒരു പ്രായമായ ആൾക്കാരൊക്കെ, ഒരു 60+ ഒക്കെ ആണെങ്കിൽ ഉമ്മമാരും ബാപ്പമാരും, അവർക്ക് ട്രീറ്റ്മെന്റിനെക്കാട്ടിയും കൂടുതൽ നമ്മളടുത്തിരുന്ന് ആ ഉമ്മ എന്തൊക്കെയുണ്ട് സുഖമല്ലേ, ആ ഒരു സംസാരമാണ് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതാണ് ഇപ്പൊ ഒരു ഡോക്ടറിനെ പ്രിഫർ ചെയ്യാനുള്ള കൂടുതൽ കാരണം. പിന്നെ ഞാൻ ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ ഞാൻ ഈ ഹൗസ് സർജൻസി 2019 ഹൗസ് സർജൻസി സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് സർജറി ആയിരുന്നു. ഫ്രഷ് ആയിട്ട് ആദ്യം ക്ലിനിക്കിലേക്ക് പോകുന്ന ഇതില്ല. അപ്പൊ അത്യാവശ്യം നല്ല ഹെക്റ്റിക് ഡ്യൂട്ടിയാണ്. ചില സമയത്ത് 72 hours ഒക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി വരും. അപ്പൊ ആ സമയത്ത് പോകുമ്പോൾ നമ്മൾ സർജറി വാർഡിൽ ഒരു ഏരിയ മൊത്തം ഡ്രസ്സിങ്ങിനുള്ള ഏരിയ ആണ്. അപ്പൊ അത് എന്തെങ്കിലും കാലിലോ കയ്യിലോ ഇഞ്ചറി വന്നിട്ടുള്ള ആൾക്കാർ ഡ്രസ്സിങ് ആണ്. അപ്പൊ ആ ഒരു വാർഡിൽ അദ്ദേഹത്തിന്റെ പേരും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മൈദീൻ എന്ന് പറയുന്ന ഒരു വാപ്പ, ഒരു 70 ഏജ് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ 2-3 അദ്ദേഹം നല്ല സൈസുള്ള മനുഷ്യനാണ്. അത്യാവശ്യം സൈസ് ഉണ്ട്, ഒരു 85 കിലോ ഒക്കെ കാണും. അതുപോലെ നല്ല ഹൈറ്റ് 180 സെന്റിമീറ്റർ ഹൈറ്റ് ഒക്കെ കാണും. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ, ഒരു ഉമ്മ ഉണ്ട്, പ്രായമുള്ള ഉമ്മ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പോകും. എല്ലാ ദിവസവും രാവിലെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സിങ്ങിന് പോകും. അദ്ദേഹത്തിന്റെ കാല് സെല്ലുലിറ്റിസ് എന്ന് വെച്ചാൽ കാലിൽ നമ്മൾ ചോപ്പ് എന്ന് പറയില്ലേ, ചോപ്പ് വരിക, അത് വന്നിട്ട് കുറച്ചും കൂടി ഡീപ്പർ ലെയറിലേക്ക് പോകുന്ന ഫേഷ്യേറ്റിസ് എന്ന് പറയും. കാലിൽ ഫുള്ള് പഴുത്തിതാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അഥവാ നമ്മൾ കറക്റ്റ് സമയത്ത് ഇന്റർവെൻഷൻ ചെയ്തില്ലെങ്കിൽ ആ ലിംബ് ആംബ്യൂട്ടേറ്റ് ചെയ്ത് കളയേണ്ടി വരും. ലിംബ് ചിലപ്പോൾ മുറിച്ച് കളയേണ്ടി വരും. അപ്പൊ അത് നമ്മൾ കൂടുതൽ ഇതെന്താ ഈ ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, അപ്പൊ ഈ ലിംബ് മുറിക്കുന്നതിനേക്കാളും ബെറ്റർ ആണല്ലോ എന്താ നമ്മളൊരു ഇൻസിഷൻ ഇടാന്ന് പറയുന്നത്. നമ്മൾ ഈ കാലിൽ ഇപ്പൊ ഈ ഒരു ലിംബാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ, ഈ മീഡിയലും ഈ സൈഡിലും അതുപോലെ ഇപ്പുറത്തും നല്ല ഡീപ്പായിട്ട് ആൾമോസ്റ്റ് ഒരു ബുവോൺ എത്തുന്ന വരെ നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പായിട്ട് ഒരു ഇൻസിഷൻ ഇടും. അതായത് കൊളർന്ന് വെക്കും അവിടെ, ആ ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ ആ ഒരു കമ്പാർട്ട്മെന്റിൽ പ്രഷർ കൂടിയിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ താഴത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും നെർവ് സപ്ലൈയും ഒക്കെ അതെന്ത് ചെയ്യും, സ്റ്റോപ്പ് ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫേഷ്യോട്ടമി, ആ ഒരു ഇൻസിഷൻ ഇടുന്നതിന്റെ പേരാണ് ഫേഷ്യോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഷ്യന്റ് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഡ്രസ് ചെയ്യാൻ പോകും. അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞില്ല, നല്ല വെയിറ്റ് ഉള്ള പേഷ്യന്റ് ആണ്, ഹൈറ്റ് ഉള്ള പേഷ്യന്റ് ആണ്. അപ്പൊ ഈ ലിംബ് ഏകദേശം ഒരു 30 മിനിറ്റ്സോളം നമ്മൾ പൊക്കി പിടിച്ചിട്ട് ഫുള്ള് വാഷ് ചെയ്യണം. എന്നിട്ട് ബീറ്റായിട്ട് എന്നിട്ട് ഒരു കൂടെ ഒരു ഹൗസ് സർജൻ ഹെൽപ്പിന് ഉണ്ടാവും. ബാക്കി എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പൊ ആരെങ്കിലും നമ്മൾ 1-2 ചില സമയത്ത് ഒരാളായിരിക്കും, അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏകദേശം ഇത്രയും കെട്ടുന്നത് നമ്മൾ ഈ കോട്ടണൊക്കെ വേണം ഇദ്ദേഹത്തിന്റെ കാല് തന്നെ ഡ്രസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ്, അപ്പൊ ആ സമയത്ത് ഈ ഒരു സർജറി വാർഡ്, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ, നമ്മളിപ്പോ പേഷ്യന്റ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ചിരിക്കുന്ന മുഖം കാണാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ ഒരു പ്രാക്ടീസിൽ ഞാൻ കൂടുതൽ സമയം പറ്റുന്ന സമയത്തൊക്കെ ഒരു സ്മൈലിംഗ് ഫേസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടാണെങ്കിൽ അവിടെ ഏറ്റവും എക്സ്പീരിയൻസ് കുറഞ്ഞ മനുഷ്യൻ ഞാനാണ്, ഏറ്റവും വിവരം കുറഞ്ഞ മനുഷ്യൻ ഞാനാണ്. പക്ഷെ അവരുടെ അടുത്ത് ഞാൻ നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ അവർ ഡയറക്റ്റ് HOD ഉണ്ട്, VGs ഉണ്ട്, വേറെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് പോകത്തില്ല. ഈ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട്
അവർ പോയ ശേഷം ഉമ്മായോ അല്ലെങ്കിൽ ആ മോനോ വരും, മോനെ വാപ്പാക്ക് ഈ കംപ്ലൈന്റ് ഉണ്ട്, വാപ്പാക്ക് ഈ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ പോയിട്ട് PGസിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കും. അവർ ഡ്രസ്സിങ്ങിനും ഞാൻ കണ്ടില്ലെങ്കിൽ അവർ ചില സമയത്ത് വെയിറ്റ് ചെയ്യും. പിന്നെ ഒരു ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഒരു റൗണ്ട്സിന് പോയപ്പോൾ അവർ സാറന്മാരൊക്കെ പോയ ആ ഉമ്മ വന്നിട്ട് ഇത് നെറ്റിയിലൊരു ഉമ്മ വന്നു, അത്രയും സ്നേഹം കാരണം. പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് എനിക്ക് ആ വാർഡിൽ തന്നെ ഒരു 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞു. അന്ന് ICU ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ എനിക്ക് വാർഡിൽ പോകാൻ പറ്റില്ല, 24 hour ICU ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ പോയ സമയത്തേക്കും ആ വാപ്പ അന്ന് മരണപ്പെട്ടു. ഈ വാപ്പ പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അപ്പോൾ പിറ്റേന്ന് ഞാൻ ഈ 24 hour ICU കഴിഞ്ഞിട്ട് വാർഡിൽ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ, ഈ വാപ്പാന്റെ മകൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ പോയി കയറി വന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, വാപ്പ ഇന്നലെ മരണപ്പെട്ടതാണ്, ഞാൻ എല്ലാം അറിയില്ല, ആരും പറഞ്ഞു. അപ്പോൾ എത്തിയതുള്ളൂ. ഞങ്ങളും സാറിനെ കുറെ സമയം വെയിറ്റ് ചെയ്തു, പക്ഷെ കണ്ടില്ല, ബോഡി എടുക്കാണ്ട് മയത്തെടുക്കാണ്ട് കുറെ സമയം വെയിറ്റ് ചെയ്തു. പിന്നെ അവര് ചോദിച്ചു പറഞ്ഞു ഇന്ന് ഏതായാലും വരത്തില്ല. പിന്നെ അവർ കുറെ കഴിഞ്ഞിട്ട് ബോഡി കൊണ്ട്, പിന്നെ പിറ്റേന്ന് ഇദ്ദേഹം എന്നെ കാണാനായിട്ട് വീണ്ടും അവിടെ വന്നു, ഹോസ്പിറ്റലിൽ വന്നു ഈ കാര്യം പറയാനായിട്ട്. പിന്നെ അത് നമ്മള് മനസ്സിൽ ഇപ്പൊ 6-7 വർഷമായല്ലോ, എന്നിട്ട് ഇപ്പോഴും ആ മനസ്സിൽ ആ മൈദീൻ എന്ന് പറഞ്ഞ പേഷ്യന്റും ആ ഉമ്മായും എല്ലാരും നമ്മളെ മനസ്സിലുണ്ട്. ഇതിനെന്താ കാരണം? നമ്മുടെ ആ ഒരു സ്മൈലിംഗ് ഫേസും ആറ്റിറ്റ്യൂഡും ഇത് മാത്രമാണ് കാരണം. അല്ലാണ്ട് ഈ വിവരം കൊണ്ടോ ബാക്കി സ്കില്ല് കൊണ്ടാണെങ്കിൽ നമ്മളെ അവിടുത്തെ HODനെയോ അല്ലെങ്കിൽ ബാക്കി സീനിയർ ഡോക്ടേഴ്സിനായിരിക്കും പ്രിഫർ ചെയ്യുക. അതെ അതെ, തീർച്ചയായിട്ടും ഒരു ഭയങ്കര സംഭവമാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ ഒരു നമ്മള് മനസ്സിൽ എപ്പോഴും ഒരു സൂക്ഷിക്കുന്ന ഒരു മൊമെന്റ്സ് ആണ്. അതുപോലെ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ ഇപ്പൊ നല്ല പാചകക്കാരനാകുമ്പോൾ അയാൾക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഡോക്ടേഴ്സിന് അങ്ങനെ പറയാറുണ്ടല്ലോ. അവർ തൊട്ടാൽ മതി അസുഖം മാറും എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ. തീർച്ചയായും ഒരുപാട് സ്കില്ലുള്ള സർജന്മാരും ഒരുപാട് പിന്നെ അതുപോലെ ഫിസിഷ്യൻ ആയാലും ആ ഒരു ഫീൽഡിൽ നല്ല ഒരു കഴിവുള്ള നൈപുണ്യമുള്ള ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു, ഞാൻ ചിലപ്പോൾ 2-3 മാസം ട്രീറ്റ് ചെയ്തിട്ട് സുഖമായില്ലായിരിക്കാം. പക്ഷെ അടുത്തൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ചിലപ്പോൾ ഒരു മെഡിസിൻ ആയിരിക്കും കൊടുത്ത് അതിൽ എന്ത് ചെയ്യും, ക്യൂർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഡോക്ടർ ആയാലും ആരായാലും ഒരു 100% ക്യൂർ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കെയർ മാത്രമാണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്.